Long good afternoon all. Hello. Good afternoon all. Good afternoon, ma'am. Good afternoon, madam. Good afternoon, madam. Okay. Good afternoon. Good afternoon, madam. എല്ലാവർക്കും വോയിസ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? Yes. Yes, ma'am. Yes, ma'am. ഞാൻ കുറച്ചും കൂടി ഉറക്കെ പറയാവോ? പറയാം. എന്റെ പേര് ഓളി. SOLY. ക്ലിയർ ആവുന്നില്ലേ? എന്റെ പേര് Yes, ma'am. Yes, ma'am. അപ്പോൾ നമ്മുടെ പുതിയ ക്ലാസ് അല്ലേ, പുതിയ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മള് എന്താ പറയാ, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ വലിയൊരു അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു ക്ലാസ്സിലേക്ക് എടുക്കുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. നേരത്തെ മുതൽ അതിനെ പറ്റി കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചേക്കേണ്ടതാണ്. അപ്പൊ ഇന്ന് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എടുക്കുന്ന PDF എല്ലാവരുടെ കയ്യിലുണ്ടോ? ഇൻട്രൊഡക്ഷൻ ആണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടോ? കൈവശമുണ്ടോ? ഉണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഇല്ല. ഉള്ളവരെ എടുത്ത് വയ്ക്കുക. ഉള്ളവരുണ്ടോ? ആരെങ്കിലൊക്കെ ഉണ്ടോ? മാം ബുക്ക് കയ്യിലില്ല, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. 1 വീക്കിന്റെ ഉള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. മാം കുറച്ചുകൂടെ ഒച്ചത്തിൽ പറയാവോ? സൗണ്ടിന്റെ വോയിസ് ആണോ കേൾക്കാത്തത്, അല്ലെങ്കിൽ മീൻസ് വിട്ട് വിട്ട് കേൾക്കുകയാണോ? വോയിസ് മാം ക്ലിയർ ആവണില്ല. എന്താണെന്നറിയാവോ, ബാക്കിയുള്ളവരെല്ലാം ഒന്ന് ഒരു കോമൺ അഡ്മിൻ എടുത്തിട്ട് ബാക്കിയുള്ളവരെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മാഡത്തിന്റെ സൗണ്ട് ക്ലിയർ ആവും. ഇത് എല്ലാവരും ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് സൗണ്ട്, അതുകൊണ്ടാണ് ഈ ക്ലാരിറ്റി ഇല്ലാതെ വരുന്നത്. നിങ്ങള് ആരെങ്കിലും ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഡിസ്റ്റർബ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ എല്ലാവരും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണല്ലോ. സാധാരണ ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ എല്ലാവരെയും എന്താ പറയുക, മ്യൂട്ട് ചെയ്ത് ആ ഒരു ഓപ്ഷനിലേക്ക് വരും. കാരണം ക്ലാസ് എടുക്കുമ്പോൾ ആരെങ്കിലും ഒരാള് എന്തെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പോയാൽ, അറിയാതെ ആണെങ്കിലും ചെയ്തു പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്റ്റർബ് ആവും. ഇപ്പൊ നമ്മൾ ചെറിയ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇന്ററാക്ഷന് വേണ്ടിയിട്ട് ഞാൻ ആരെയും അങ്ങനെ ഒരു ഇതിലേക്ക് ഇട്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവാനായിട്ട് ഞാനൊരു ഓപ്ഷൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് ഒന്ന് മെസ്സേജ് ചെയ്യാമോ? ഇപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് മെസ്സേജ് ചെയ്യാമോ? എന്താന്ന് പറയുന്നു. കാരണം അതെല്ലാവരെയും എന്താ പറയാ, നമ്മൾ എല്ലാവരെയും മ്യൂട്ട് ചെയ്തു, അങ്ങനെ ഓൾ മ്യൂട്ട് കൊടുത്തേക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത്. ഇടയ്ക്ക് ആരെങ്കിലൊക്കെ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളൊക്കെയാണ് സംസാരിക്കുന്നത്, നമുക്ക് പ്രശ്നമില്ല. ഒരുപാട് പേര് അല്ലെ, നമുക്ക് സ്റ്റാർട്ടിംഗ് ക്ലാസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവരും മെസ്സേജ് പറയുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, ക്ലാസ് സ്റ്റാർട്ടിംഗ് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും ഒന്ന് അൺമ്യൂട്ട് ചെയ്തത്. എനിവേ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാട്ടോ. നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോഴാണ് ഇത് ചെയ്യാറ് പൊതുവെ. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ആയപ്പോൾ ഞാൻ സാധാരണ അൺമ്യൂട്ട് ചെയ്തത്. അപ്പോ നമുക്ക് ക്ലാസ് എടുത്ത് തുടങ്ങാം, കുഴപ്പമില്ല അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? നോട്ട് ക്ലിയർ എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്, ചിലരെല്ലാം ഓക്കെ പറയുന്നുണ്ട്. എനിവേ നിങ്ങളുടെ ചിലപ്പോ ചിലരുടെ നെറ്റ് ഇഷ്യൂസ് ആയിരിക്കാം. ഒരുമാതിരി പേര് എല്ലാവരും തന്നെ ഓക്കെയും മെസ്സ് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ, എല്ലാവരും സപ്പോർട്ട് അയക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ് എടുത്ത് തുടങ്ങാം. എന്താ പറയാ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എന്തായാലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. സാറ് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ടീച്ചിങ്ങിന്റെ ഡൗട്ട് അല്ല, ഇൻ കേസ് വേറെ എന്തെങ്കിലുമൊക്കെ PDF കാര്യമോ മറ്റെന്തെങ്കിലും കാര്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ടെക്നിക്കൽ അല്ലെ മാനേജ്മെന്റ് ആ ഒരു ടീമുമായിട്ട് നിങ്ങൾക്ക് ഫോൺ നമ്പർ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലാസ് എടുത്ത് തുടങ്ങാം. ഓക്കെ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ, അതായത് ഹോസ്പിറ്റലിന്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഹോസ്പിറ്റലിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ അത് തന്നെയാണ് വിവരിക്കുന്നത്. എന്താണ് ഹോസ്പിറ്റൽ എന്നുള്ള കാര്യമാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വിവിധ രീതിയിൽ ഡെഫിനിഷൻ ഓഫ് വിവരിക്കുന്നത്. അപ്പൊ അത് തുടങ്ങാം. ദ ഇംഗ്ലീഷ് വേർഡ്സ് ഹോസ്പിറ്റൽസ്, hostels, hotels and hospices are all according to etymology related to the Latin noun host, a word having the opposite meaning, a guest or visitor, and one who
provides lodging or entertainment for a guest or visitor. ക്ലിയർ ആവുന്നുണ്ടല്ലേ? ഇപ്പോ നിങ്ങൾ ഓക്കെ അല്ലേ? ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ ക്ലിയർ ആവുന്നില്ലേ? ഇതിപ്പോ ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ ഓക്കെ അല്ലേ? യെസ്. അപ്പൊ എന്താ പറയണേ? ഇംഗ്ലീഷ് വേർഡ്സ് ഹോസ്പിറ്റൽ, ഹോസ്റ്റൽസ്, ഹോട്ടൽസ്, ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? എറ്റിമോളജി. എറ്റിമോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ഒറിജിൻ ഓഫ് വേർഡ്സ് ആൻഡ് ദെയർ മീനിങ്സ്. അതായത് നമ്മുടെ എന്താ പറയുന്ന വേർഡിന്റെ ആ ഒരു ഉത്ഭവത്തെ കുറിച്ച്, അത് എന്താണ് ഈ ഹോസ്പിറ്റൽസ് എന്നുള്ള വേർഡിന്റെ ഉത്ഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ഹോസ്റ്റൽസ്, ഹോട്ടൽസ്, ഹോസ്പിറ്റൽ ആർ ഓൾ എല്ലാം ഒന്ന് തന്നെയാണ്. അക്കോർഡിംഗ് ടു എറ്റിമോളജി റിലേറ്റഡ് ടു ദ ലാറ്റിൻ നൗൺസ്, അതൊരു ലാറ്റിൻ നൗണിൽ നിന്നാണ് വരുന്നത്. വേർഡ് ഹാവിംഗ് ദ ക്ലിയർ എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും എങ്ങനെയാണോ? ചിലപ്പോ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂസ് ആയിരിക്കും. ഒരു ഭാഗം ഓക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. നോക്കാം. A word having the opposite meaning, a guest or visitor. ക്ലിയർ ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താ പറയുന്നത്? അവര് പറയുന്നത് നോക്കാം. ഗസ്റ്റ് ഓർ വിസിറ്റർ ആൻഡ് വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ് ഓർ വിസിറ്റർ. അതായത് നമുക്ക് സന്ദർശകര് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വിരുന്നുകാരായിട്ട് വരുന്ന കുറച്ച് പേര് അല്ലെ, അവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ലോഡ്ജിങ്, നമുക്ക് താമസ സൗകര്യം അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട്, വിനോദത്തിന് വേണ്ടിയിട്ടോ കൊടുക്കുന്ന ഒരു പ്ലേസ് ആണ് എന്ത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ വിവരിച്ചു തുടങ്ങുന്നത്. അതായത് ഹോസ്പിറ്റൽ എന്ന വേർഡ് ഡിറൈവ് ചെയ്ത ആ മീനിങ്ങുകളാണ് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. അതാണ് പറയുന്നത് എ വേർഡ് ഹാവിംഗ് ദ ഓപ്പോസിറ്റ് മീനിങ്, എ ഗസ്റ്റ്, വിസിറ്റർ എന്തൊക്കെ ആയാലും വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ്. ഇക്കോ വരുന്നുണ്ടെന്ന് പറയുന്നു. നിങ്ങള് ക്ലിയർ ആവുമായിരിക്കും. എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ്ങിന്റെ പ്രോബ്ലം ആയിരിക്കും. അപ്പം എന്താ പറയാ? വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ് ഓർ വിസിറ്റർ. അവർക്ക് ഒരു സന്ദർശനക്കാർക്ക് കൊടുക്കുന്ന ഒരു താമസ സൗകര്യം, എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. എ പ്ലേസ് വേർ ഗസ്റ്റ് ആർ റിസീവ്ഡ്. നമ്മളെ ഒരു ഗസ്റ്റിനെയൊക്കെ റിസീവ് ചെയ്യുമ്പോൾ അല്ലെ, വെൽക്കം ചെയ്ത് നമുക്ക് അവർക്കൊരു എന്താ പറയാ, നമ്മളിപ്പോ വീട്ടിലാണെങ്കിൽ സന്ദർശികളെ നമ്മൾ ലിവിംഗ് റൂം എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ മാതിരി ഇതൊന്നും വ്യത്യസ്തമായിട്ട് ഹോസ്പിറ്റൽ എന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു താമസ സൗകര്യം ഒരുക്കുന്ന ഒരു ഇതായിരുന്നു. Then next continue ചെയ്ത് നോക്കാം. From its gradual evolution through the 18th and 19th centuries, the hospitals in the eastern and western world has come of age only newly during the past 50 years or so. The concept of today's hospitals contrasting basically from the old idea of a hospital as no more than a place for the treatment of the sick. അതായത് ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിന്റെ ആ ഒരു ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു വേർഡുകളിലേക്ക് വരികയാണ്. ക്ലിയർ ആണ് വോയിസ് എന്ന് പറയുന്നു. അപ്പം അവിടെ എന്താ പറയുന്നത്? ഫ്രം ദിസ് ഗ്രാജുവൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിണാമം സംഭവിച്ചു അല്ലെ, അതിന്റെ ആ മീനിങ്ങിലൊക്കെ പരിണാമം സംഭവിച്ചു. എന്താ? through the 18th and 19th centuryകൾക്ക് ശേഷം the hospital in the eastern and western world has come to age only newly during the past 50 years. അതായത് 50 വർഷങ്ങളൊക്കെ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ തെക്ക് പടിഞ്ഞാറേനൊക്കെ ഉള്ള വേൾഡിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ കൺസെപ്റ്റുകൾക്ക് ഹോസ്പിറ്റലിന്റെ ഈ എന്താ പറയുക ലോഡ്ജിങ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന്റെ ഫെസിലിറ്റീസ് മാത്രം കൊടുക്കുന്ന ആ കൺസെപ്റ്റ് ഒക്കെ മാറി today's hospitals contrasting basically from the old ideas of a hospital as no more than a place for the treatment of the sick. അതായത് ഇതിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തോന്നും എന്താണ്, ഇതൊരിക്കലും സിക്കിന് വേണ്ടി, അതായത് എന്തൊക്കെ രോഗങ്ങൾ വരുമ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് മാത്രമുള്ള പ്ലേസ് എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് കൺസെപ്റ്റിൽ നിന്നൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു അല്ലെ. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ പോവുക എന്ന് പറയുന്നത് നമ്മുടെ എന്താ രോഗം വരുമ്പോൾ മാത്രമല്ല ഹോസ്പിറ്റലിൽ പോകുന്നത്, പിന്നെ കൂടി നമ്മുടെ ഹെൽത്തിന്റെ പ്രൊട്ടക്ഷൻ അല്ലേ. രോഗം വന്നില്ലെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്കപ്പ് ചെയ്ത് എന്താണ് ഹെൽത്തിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കലി എല്ലാ തരത്തിലും ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും നമ്മൾ എന്താ ബോഡി ഹെൽത്ത് അല്ലെ, ആ വെൽത്ത് എന്ന് പറയുന്നത് ആ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലൊക്കെ പോയി നമ്മളത് ബെറ്റർ എന്താ മോഡിഫൈ ചെയ്തുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കുന്നു. അതിപ്പോ
എന്ത് കാര്യത്തിലാണെങ്കിലും ഇപ്പൊ നമ്മുടെ ചിലപ്പോ ആണെങ്കിൽ സൗന്ദര്യത്തിനായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ മെമ്മറി വർദ്ധിക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ നമ്മുടെ ഇപ്പോഴത്തെ പ്രഷറോ ഷുഗറോ അതിന്റെ വെരിഫിക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്താണെങ്കിലും നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള ഡിസീസുകളും മനസ്സിലാക്കിക്കൊണ്ട് അതിനും മുൻകരുതലായിട്ടും ട്രീറ്റ്മെന്റിനും എല്ലാത്തിനും വേണ്ടിയിട്ട് എന്താ ഹോസ്പിറ്റലിൽ നമ്മൾ പോകാറുണ്ട്. ഒരിക്കലും എന്താ സിക്കിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രമല്ല, അല്ലെ, രോഗം വരുമ്പോൾ മാത്രമല്ല ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോകുന്നത്. അതാ ഒരു ഓൾഡ് കൺസെപ്റ്റ് ആണെന്നുള്ള കാര്യമാണ് അവിടെ വിവരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മളുടെ ഇൻട്രൊഡക്ഷന്റെ ആ ഒരു ലെവലില് നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ ഇത്രയും എടുത്തത്? ഇംഗ്ലീഷ് വേർഡ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തതെന്നാണ് ആദ്യം പ്രതിപാദിച്ചത്. നെക്സ്റ്റ് വീണ്ടും അത് എന്താണ് ആ കൺസെപ്റ്റ് ടൂഡേസിന് മാറ്റം സംഭവിച്ചു. അതെന്ന് പറയുന്നത് ഒരു ഓൾഡ് ഐഡിയ മാത്രമല്ല, അതായത് സിക്ക് പേഷ്യന്റ് രോഗം വരുമ്പോൾ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രം പോകുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നൊക്കെ വ്യത്യാസങ്ങൾ സംഭവിച്ചു എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്യാമോ? ഹലോ, ഡൗട്ടുകളുണ്ടോ? നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. ഓക്കെ, അപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കറന്റ്ലി ദ ഹോസ്പിറ്റൽസ് ആർ നോട്ട് ജസ്റ്റ് സീൻ ആസ് എ ഹീലിംഗ് സെന്റർ. ഓക്കെ എന്ന് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. നിങ്ങൾ ഓക്കെ മെസ്സേജ് ശ്രദ്ധിക്കോളൂ. കറന്റ്ലി ദ ഹോസ്പിറ്റൽസ് ആർ നോട്ട് ജസ്റ്റ് സീൻ ആസ് എ ഹീലിംഗ് സെന്റർ. ഹീലിംഗ് സെന്റർ എന്ന് വെച്ചാൽ എന്താണ്? രോഗശമനം മാത്രം വരുന്ന ഒരു സെന്റർ അല്ല എന്ന് പറഞ്ഞു. ബട്ട് ഓൾസോ ആസ് എ പ്ലേസ് ദാറ്റ് ആക്ച്വലി പ്രൊമോട്ട്സ് ഹെൽത്ത്ഫുൾ ലിവിങ്. അത് നമ്മുടെ അല്ലെ, നമ്മുടെ ആരോഗ്യത്തിന്റെ ഡെവലപ്മെന്റ് അല്ലെ, നമ്മുടെ ജീവിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ, അല്ല ആരോഗ്യപരമായി ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ആ ഒരു പ്ലേസ് കൂടിയാണ്. The general public would prefer to visit a hospital that offers many facilities rather than going to hospital that only satisfy the patient's care. ജനറലി നമ്മൾ എന്താ പൊതുവെ നമുക്കറിയാം, പേഷ്യൻസ് പൊതുവെ എന്താ പേഷ്യൻസ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് കെയർ കിട്ടണം. ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് എന്താ രോഗം മാറണം, നമ്മുടെ ഹെൽത്ത് നമുക്ക് എന്താ പറയുക ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് സംരക്ഷിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാറ്റിസ്ഫൈഡ് മൂഡിലേക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നുള്ള സൗകര്യങ്ങൾ കിട്ടണം, അല്ലെ? അതാണ് ജനറൽ പബ്ലിക് പ്രിഫർ ചെയ്യുന്നത്. അതാണ് പറയുന്നത് ജനറൽ പബ്ലിക് would prefer to visit a hospital that offers many facilities. പഴയ കാലത്ത് നമുക്കറിയാം ഫിനാൻഷ്യലി ഒരു സൗണ്ട് കുറഞ്ഞ ചിലർക്കൊക്കെ ഇൻഷുറൻസ് പാക്കേജ് ഒക്കെ ഉണ്ട്, അല്ലെ? അപ്പോ അത്തരത്തില് ഫിനാൻഷ്യൽ മാത്രമുള്ളവര് മാത്രമല്ല, എന്തെങ്കിലും ഇങ്ങനത്തെ പാക്കേജസ് ഒക്കെ കിട്ടുമ്പോൾ അവര് കൂടുതൽ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ തേടി പോയി എന്താണ് ഹെൽത്ത് കൂടുതൽ ബെറ്റർ ആക്കി കൊണ്ടെടുക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ജനറലി എന്താ പീപ്പിൾസ് പ്രിഫർ ചെയ്യുന്നത് എന്താ മണി ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് പോവാൻ, that only satisfy the patient's care. അവിടെ പേഷ്യൻസിന് കെയർ കിട്ടുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡില് അവര് കൂടുതൽ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ തേടി പോകും. With this concept, the image of the hospitals gradually become good and they are being raised again from just being the centers for medical care and treatment to facility provided comprehensive, preventive, curative and rehabilitation services. ഇവിടെ നമ്മള് ആ മീനിങ് ഇതൊന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് നോക്കിയാൽ ചിലപ്പോൾ ഈ മീനിങ് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും. അതുകൊണ്ടാണ് അത് പറയുന്നത്. ചിലർക്ക് ഇത് അറിയാവുന്നതായിരിക്കാം. എനിവേസ് ശ്രദ്ധിക്കുക. കോംപ്രിഹെൻസീവ് എന്ന് വെച്ചാൽ എന്താ? കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് എപ്പോഴും വലിയ വലിയ രാഷ്ട്രീയങ്ങളെ സമഗ്ര വളർച്ചയ്ക്കോ എന്നൊക്കെ പറയില്ലേ, പറഞ്ഞ അതിനെ കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ സമഗ്രമായ. പ്രിവെന്റീവ് എന്ന് വെച്ചാൽ രോഗം വരുന്നതിന് മുമ്പേ തന്നെ അത് രോഗം വരാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലും, അല്ലെ? നമ്മളെ വാക്സിൻ ഒക്കെ എടുക്കും എന്തിനു വേണ്ടിയിട്ടാ? ആ രോഗം നമ്മള് പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പ്രിവെന്റീവ് ആയിട്ടുള്ളത് തടയാൻ, രോഗം വരുന്നതിനുള്ള പ്രതിരോധത്തിന് വേണ്ടിയിട്ട്. ക്യൂറേറ്റീവ് എന്ന് വെച്ചാൽ രോഗശമനം, അല്ലെ? നമ്മൾ എന്ത് രോഗം വന്നാലും ആ രോഗം ഭേദമാകണം. അതിന്റെ റിഹാബിലിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ രോഗം വന്നാലും ചിലർക്ക് മെന്റലി സപ്പോർട്ടിന്റെ ആവശ്യം വരും, ചിലപ്പോൾ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും തെറാപ്പികളൊക്കെ ആവശ്യം വരും. അപ്പൊ അവരാ പുനഃസ്ഥാപനം, ജീവിതത്തിന്റെ വീണ്ടും പുനരധിവാസം നേടിയെടുക്കുക എന്നുള്ള മീനിങ് ആണ്. ശ്രദ്ധിക്കുക. കോംപ്രിഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് റിഹാബിലിറ്റേഷൻ സർവീസ്. ഇനി നമുക്ക് മീനിങ്ങിലേക്ക് പോകാം. എന്താ പറയുന്നത്? ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ ഗ്രാജുവലി ബിക്കം, നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽ നമ്മൾ തേടി പോകുമെന്ന് പറഞ്ഞു. ഇതുകൊണ്ട് തന്നെ ഗ്രാജുവലി ബിക്കം ഗുഡ് ആൻഡ് ദേ ആർ ബീയിങ് റൈസ്ഡ് അഗൈൻ ഫ്രം ജസ്റ്റ് ബീയിങ് സെന്റേഴ്സ് ഫോർ മെഡിക്കൽ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ടു ഫെസിലിറ്റി
പ്രൊവൈഡിങ് കോംപ്രിഹെൻസീവ് പ്രിവെന്റീവ്. അപ്പൊ അതെന്താണ്, നമ്മൾ ആ ഒരു തലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ എന്താ പറയണ, നമ്മൾ സോഷ്യലായിട്ട് എല്ലാവർക്കും അല്ലെ, എന്തെങ്കിലും രോഗം വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നാള് വർഷങ്ങളോളം ചിലപ്പോൾ ട്രീറ്റ്മെന്റിന്റെ ബേസിൽ വീട്ടിലൊക്കെ ഇരിക്കേണ്ട, റെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ വീണ്ടും സമൂഹത്തിലേക്കൊക്കെ വീണ്ടും ഇറങ്ങിത്തിരിക്കാൻ കുറച്ച് ചിലപ്പോൾ റീഹാബിലിറ്റേഷനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ രോഗശമനത്തിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ഒരു നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലുകളിൽ തേടിയെത്താനായിട്ട് ശ്രമിക്കും. ഇമേജ് ഓഫ് ഹോസ്പിറ്റൽ, ആ ഇമേജ് അപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ഹോസ്പിറ്റൽ ഗ്രാജുവലി ബിക്കം ഗുഡ് ആൻഡ് ദേ ആർ ബീയിങ് പ്ലേസ്ഡ് ഫ്രം ജസ്റ്റ് ബീയിങ് ദ സെന്റർ. ഒരിക്കലും ഒരു ചെറിയൊരു സെന്റർ മാത്രമല്ല, മെഡിക്കൽ കെയർ തരുന്ന ഒരു സെന്റർ മാത്രമല്ല, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് മാത്രം തരുന്ന ഒരു സെന്റർ അല്ല. ടു ഫെസിലിറ്റി പ്രൊവൈഡ് കോംപ്രിഹെൻസീവ് പ്രിവെന്റീവ് ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസ്. ഇത്തരത്തിലുള്ള സർവീസ് പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥാപനം, ആ ഒരു ഫെസിലിറ്റീസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് എന്താ ഹോസ്പിറ്റൽസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ക്ലിയറായോ? സൗണ്ട് ഇഷ്യൂസ് ഒക്കെ കുറഞ്ഞോ? നിങ്ങൾക്ക് എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടല്ലോ അല്ലെ? ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, മെസ്സേജ് ചെയ്യാം. അപ്പോ എന്താ, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഈ 2 പാരഗ്രാഫില് നമ്മൾ ഇത്രയൊക്കെ തന്നെ പറഞ്ഞുള്ളൂ. എന്താണ് ഹോസ്പിറ്റല്, അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് വന്നേന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ എന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും സ്റ്റോപ്പ് ചെയ്തോളൂ മെസ്സേജ്. നമുക്ക് അത് വീണ്ടും നമുക്ക് നോക്കാം, താഴേക്ക് നോക്കാം. ഇപ്പോ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ക്ലിയർ ആണെന്നും പറയുന്നുണ്ട്. നോക്കാം, ചിലർക്ക് ചിലപ്പോൾ ഇഷ്യൂസ്, നെറ്റ് ഇഷ്യൂസ് വരാം. കേസ് ഇവിടുന്നാണോ എവിടുന്നാണെങ്കിലും നമുക്കറിയാലോ, ഇതൊരു എന്താ പറയണ, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ എക്കോ എന്താ പ്രോബ്ലം എന്ന്. ഇനിവേ കുറെ പേർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്, ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എക്കോ ഉണ്ടെങ്കിലും ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എന്താ പറയുക, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈ ആണ്. അപ്പോ നെക്സ്റ്റ് നമുക്ക് വീണ്ടും പോകാം, എന്താ ഡെഫിനിഷനിലേക്ക് പോകാം. നമ്മൾ അതിന്റെ വേർഡിന്റെ ഡിറൈവ് വന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. ഹോസ്പിറ്റലിൽ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഡെഫിനിഷൻ, വ്യത്യസ്ത തരത്തിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. നിർവചനങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇൻജുവേർഡ് പീപ്പിൾ. ഇതിലെന്താ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആണ് അല്ലെ, ആ നേരത്തെ അറിയാവുന്ന ഒരു മീനിങ് ആണ്. എന്താ പറയുന്നത്, ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്തിന്, മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇൻജുവേർഡ് പീപ്പിൾ. നമുക്ക് എന്തെങ്കിലും രോഗം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് അല്ലെ, എന്തെങ്കിലും മുറിവുകളോ ചതവുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള മെഡിക്കൽ ആൻഡ് സർജിക്കൽ അല്ലെങ്കിൽ നഴ്സിംഗ് കെയർ ഒക്കെ തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആണ് ഫസ്റ്റ് ഡെഫിനിഷനിൽ പറയുന്നത്. ഒരു സാധാരണ ഒരു ലാംഗ്വേജ് അല്ലെ, നമുക്ക് അറിയാവുന്ന, വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു മീനിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്, ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്സ് യൂസ് ഓഫ് ഫിസിഷ്യൻസ്, സർജൻസ് ആൻഡ് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ് in order to provide facilities for diagnosis, therapy, rehabilitation, prevention, education and research. ഇതിൽ എന്താ പറയുന്നത്, an institution, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് that make use of physician, surgeon and team of technical staff. ഇതിൽ എന്താ പറയുന്നത്, നമ്മളുടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സർജൻസ്, ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സ് ആൻഡ് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് കുറെ ടെക്നിക്കൽ സ്റ്റാഫുകളുടെ ഇതുണ്ട് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട്. നമുക്കിപ്പോ എന്താ ഇന്നോവേഷൻ കഴിഞ്ഞ കാലഘട്ടത്തിലായതുകൊണ്ട് നമുക്കറിയാൻ പറ്റും എന്താ പറയാ, ഓപ്പറേഷൻ തന്നെ 2-3 തരത്തിലുണ്ട് അല്ലെ. എന്താണ് അതില് വ്യത്യസ്ത തരത്തിലുള്ള ഓപ്പറേഷൻ ഉണ്ട്, റോബോട്ടിക് അസിസ്റ്റ് ഓപ്പറേഷൻ ഉണ്ട്, കീബോർഡ് സർജറി ഉണ്ട്, ഓപ്പൺ സർജറി ഉണ്ട്. അപ്പൊ ആ വ്യത്യസ്ത തരത്തിലുള്ള ഇതെല്ലാം ചെയ്യുന്നതിന് എന്താ ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും, ഒപ്പം ടെക്നിക്കൽ അവയർനെസ് ഉള്ള വേറെ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റാഫിന്റെ ഒരു ടീം തന്നെ ഉണ്ടാവും. in order to provide facilities, അവരെന്താ നൽകുന്നത്, നമുക്ക് ഫെസിലിറ്റീസ്, അവരെന്തെങ്കിലും സൗകര്യങ്ങൾ തരും. എന്തിനു വേണ്ടിയിട്ട്, for diagnosis, therapy, rehabilitation, prevention, education and research. നമ്മുടെ രോഗനിർണയത്തിന്, ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ രോഗനിർണയം, തെറാപ്പി, റീഹാബിലിറ്റേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് അല്ലെ വീണ്ടും സമൂഹത്തിലേക്ക് എടുത്തപ്പെട്ട് വരാൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയൊക്കെ വീണ്ടും ഫിറ്റ് ആവാനൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം,
പ്രിവെൻഷൻ, രോഗത്തിന് പ്രതിരോധം സംഭവിക്കാൻ അല്ലെ, അതിന്റെ ആ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങള്, ഒപ്പം റിസർച്ച്, ഗവേഷണങ്ങള്, ഇതെല്ലാം നടത്തുന്ന ഒരു സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് രണ്ടാമത്തെ ഡെഫിനേഷനിൽ അതാ പറയുന്നത്, എന്ത് എന്ന് പറയുന്നത്, ഫിസിഷ്യൻ, സർജൻ ആൻഡ് team of technical staff in order to provide facilities for diagnosis, രോഗനിർണയത്തിന് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയുന്നത്. കണ്ടിന്യൂ ചെയ്യാനുള്ള ഡെഫിനിഷൻ ആണ്, നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് പീപ്പിൾ apply their knowledge and skill with the help of complicated equipment and applicants. നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള അവയർനെസ് ആയിട്ടുള്ള കുറെ പ്രൊഫഷണലി സ്കിൽഡ് അല്ലെ, നമുക്കറിയാം പണ്ടത്തെ മാത്രമേ ഒരു ജനറൽ ഡോക്ടറല്ലേ, ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഓരോന്നിനും ന്യൂറോളജിസ്റ്റ്, എന്താണ് കാർഡിയോളജിസ്റ്റ്, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകളും അതിനനുസരിച്ചുള്ള ഡോക്ടേഴ്സും അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സും എല്ലാം കൂടി ഉള്ളതാണ്. അപ്പൊ പ്രൊഫഷണലി അതുമായി ബന്ധപ്പെട്ട് പഠിച്ച വ്യക്തികളും ടെക്നോളജീസും സ്കിൽഡ് ആയിട്ടുള്ള പീപ്പിൾസ് എല്ലാം അവരുടെ നോളജ്, അവരുടെ അറിവ് ആൻഡ് സ്കിൽസ്, അവരുടെ കഴിവുകൾ വിത്ത് ഹെൽപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെന്റ്സ്. നമുക്കറിയാം വ്യത്യസ്ത, ഇപ്പൊ നമ്മുടെ എൻഡോസ്കോപ്പി പോലെയുള്ള വളരെ ഓപ്പൺ സർജറി ഒന്നും ചെയ്യാതെ തന്നെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഫോട്ടോസൊക്കെ എടുത്ത് അല്ലെ കമ്പ്യൂട്ടറിൽ നമുക്ക് തരുന്ന തരത്തിലുള്ള എൻഡോസ്കോപ്പി പോലുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൂടെയെല്ലാം അതൊക്കെ ആ എക്യുപ്മെന്റ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് അതിനനുസരിച്ചുള്ള സ്കിൽഡ് നോളജ് ഉള്ള പീപ്പിൾസ് ആവശ്യമാണ്. ടു പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ഫോർ ദ പേഷ്യന്റ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതലായിട്ട് പേഷ്യൻസിന് കെയർ കൊടുക്കാൻ, സംരക്ഷണം അല്ലെ. സ്ക്രീൻ കാണുന്നില്ല എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ഞാൻ തരുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? യെസ്, കാണാൻ പറ്റുന്നുണ്ടെന്നാണോ പറയുന്നത്? എനിവേ എന്തെങ്കിലും എല്ലാവർക്കും ഒട്ടുമിക്കവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നു. എനിവേ നിങ്ങൾക്ക് ആർക്ക് എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും, നിങ്ങൾ നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോ എന്താ പറയുന്നത്? ഓക്കെ മെസ്സേജ് നിർത്താം, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. എന്താണ് ഇവിടെ പറയുന്നു? ടു പ്രൊവൈഡ് ക്വാളിറ്റി കെയർ, അവർക്ക് പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള കെയർ ആണ് അവിടെ പ്രധാനമായിട്ടും കൊടുക്കുന്നത്. ഹോസ്പിറ്റൽ ഈസ് എ പ്ലേസ് ഫോർ ഡയഗ്നോസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്തരത്തിലുള്ള അറിവ് ിലേക്ക് സ്ക്രോൾ ചെയ്താൽ കാണാമെന്ന് പറയുന്നുണ്ട്. അതായത് സ്ക്രോൾ ചെയ്തിട്ടുണ്ടാവില്ല, ശരിയായിരിക്കാം. അതായത് ജസ്റ്റ് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വെച്ചേക്കായിരിക്കും. അപ്പോ അതൊന്ന് സ്ക്രോൾ ചെയ്തു, ചിലപ്പോ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ഇതുകളൊക്കെ ഉണ്ടാവും, കുറച്ച് നാൾ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഡിലേ വന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സ്ക്രോള് നമുക്കറിയാം, ഡൗൺലോഡ് ചെയ്യുന്ന സംഭവത്തിനെ കുറിച്ച് ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് താഴേക്ക് മുകളിലേക്ക് ചെയ്താൽ അതാ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങള് അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അത് മുകളിലേക്ക് പോകും, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ കാണാൻ കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ടു പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ഫോർ ദ പേഷ്യന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള നമ്മുടെ കെയർ, സംരക്ഷണം പേഷ്യൻസിന് കിട്ടാനായിട്ട് ഉപയോഗിക്കും. Hospital is a place for the diagnosis and treatment of human ills and bringing back the health and well-being of those temporarily prevented from enjoying this. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മളുടെ അല്ലെ, നമ്മുടെ രോഗം വരുന്ന അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വീണ്ടും ഭയങ്കര ബുദ്ധിമുട്ടും വേദനകളും ഒക്കെ അനുഭവിച്ചതിന് ശേഷം വീണ്ടും എൻജോയ്മെന്റിലേക്ക് വരണമെങ്കിൽ കുറച്ച് ടൈം വേണം അല്ലെ, ബാക്ക് ചെയ്ത് വരണം. അപ്പൊ അതിനുള്ള ഒരു നടപടികളെല്ലാം സ്വീകരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഹോസ്പിറ്റൽ ഈസ് എ പ്ലേസ്, അതൊരു പ്ലേസ് ആണ് ഫോർ ഡയഗ്നോസിസ്, രോഗനിർണയം, ട്രീറ്റ്മെന്റ്, ഹ്യൂമണിൽ അല്ലെ മനുഷ്യന്റെ രോഗാവസ്ഥയ്ക്ക്, വീണ്ടും bringing back the health and well-being those temporarily prevented from enjoying these. അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇനിയും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ വീണ്ടും ഈ തരം അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻഷനൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് എന്തെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 2-3 ഡെഫിനിഷൻ കണ്ടു. അതായത് സിമ്പിൾ മീനിങ്ങില് സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞു, വീണ്ടും അത് എന്താണ് കുറച്ച് പേരുടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. പിന്നെ വീണ്ടും ഒത്തിരി കൂടി നോളജ് എക്യുപ്മെന്റ്സിന്റെയും കൂടി അവൈലബിലിറ്റി അനുസരിച്ച് ഇപ്പോഴത്തെ ഇന്നോവേഷൻ ആയിട്ടുള്ള കണ്ടുപിടുത്തമുള്ള ആ ഒരു കാലഘട്ടത്തിനെ ബേസ് ചെയ്ത് നമ്മൾ അവസാനം ഒരു ഡെഫിനിഷൻ പറഞ്ഞു. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? ഡൗട്ടുകൾ എന്തെങ്കിലും മെസ്സേജ് അയക്കാം. ക്ലിയർ ആയി പോകുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ എക്കോ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. എനിവേ നിങ്ങൾക്ക് ക്ലിയർ ആയി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് തന്നെ ചെയ്യാം. ദെൻ
വീണ്ടും നമുക്ക് നോക്കാം, എന്താ കണ്ടിന്യൂ ചെയ്യാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം, WHO അല്ലെ. WHO നമുക്ക് അറിയാം വേൾഡ് ആയിട്ട് ഗ്ലോബലി ആയിട്ടുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമ്മളുടെ അതിലേക്ക് ഒരുപാട് കൺട്രീസുകൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മള് ഇന്ത്യക്കാരും എന്താണ് ഈ WHO മെമ്പറാണ്. അപ്പൊ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിലെ ഡെഫിനിഷനിൽ വരുമ്പോ എന്താ പറയുന്നത്, a hospital is an integral part of the medical and social organization, the function of which is to provide for the population complete health care, both curative and preventive, and whose outpatient service reach out to the family and its home environment. The hospital is also center for the training health workers and ബയോസോഷ്യൽ റിസർച്ച്. WHO 1957 അതിൽ ആ ഒരു ഡെഫിനിഷന്റെ ഒരു ഇയർ വെച്ചിരിക്കണം. അതിൽ പറയാണ് എന്താ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സെന്റൻസിൽ അങ്ങനെ നിർത്തിയൊക്കെയാണെങ്കിൽ അതൊരു വലിയൊരു സെന്റൻസ് ആണ്. കോമയായിട്ട് അവര് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താ പറയുന്നത്, ഹോസ്പിറ്റൽ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഇന്റഗ്രൽ പാർട്ട് എന്ന് വെച്ചാൽ ഒരു അവിഭാജ്യ ഘടകമാണ്, എന്ന് വെച്ചാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് എന്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ഈ ഓർഗനൈസേഷൻ, ഈ സമൂഹം എന്ന ഒരു ജനതയ്ക്ക് മുമ്പില്, മെഡിക്കൽ ഓർഗനൈസേഷൻ മുമ്പില് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമാണ്. ദ ഫങ്ഷൻ ഓഫ് വിച്ച് ഈസ് പ്രൊവൈഡ് ടു ദ പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ. അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ആണ്. അതായത് മൊത്തത്തിലുള്ള പോപ്പുലേഷന്റെ ആരോഗ്യം, അതിന്റെ ആ ഒരു സംരക്ഷണമാണ് എന്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് രോഗം അല്ലെ, രോഗശമനം, ഒപ്പം തന്നെ എന്താണ് പ്രിവെന്റീവ്, അത് രോഗം വരാതെ മുൻകരുതൽ തടയാൻ വേണ്ടിയിട്ടാണ്. ഔട്ട് പേഷ്യന്റ് സർവീസ് റീച്ച് ഔട്ട് ടു ദ ഫാമിലി, നമ്മുടെ ഫാമിലിയിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ രോഗാവസ്ഥയിൽ നിന്ന് എന്താണ് വീണ്ടും ഫാമിലിയിലേക്ക് തിരിച്ചെത്താനും. ആൻഡ് ഇറ്റ്സ് ഹോം എൻവയൺമെന്റ്. ദ ഹോസ്പിറ്റൽ ഈസ് ഓൾസോ സെന്റർ ഫോർ ദ ട്രെയിനിങ് ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് ബയോസോഷ്യൽ റിസർച്ച്. അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവരുമായിട്ട് ആ ഹോമിന്റെ എൻവയൺമെന്റിലേക്ക് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലുള്ള സർവീസുകൾ എല്ലാമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തത്. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എല്ലാമാണ് എന്ത് ഹെൽത്ത് വർക്കേഴ്സിനും, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങളൊക്കെ തന്നെയാണ് എന്ത് ഈ ഹോസ്പിറ്റൽ എന്നതിന് നടക്കുന്നത് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിലെ ഗവേഷണങ്ങളൊക്കെ നടത്തുന്നത് അവിടെയുള്ള ഒരു സംഭവങ്ങൾ അല്ലെ, അതിന്റെ ഗവേഷണത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ മിക്കവാറും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാ നഴ്സിംഗ് ആണെങ്കിലും എന്ത് ഡോക്ടേഴ്സ് ആണെങ്കിലും അവരുടെ ഇന്റേൺഷിപ്പ് എല്ലാം ഹോസ്പിറ്റലിൽ തന്നെയാണ് നടക്കുന്നത് അല്ലെ. ഹോസ്പിറ്റലിലാണ് അവർ പഠിച്ചു പോകുന്നത്. അപ്പൊ അവിടെ വർക്കേഴ്സിനെ വലുതാക്കി എടുക്കുന്നത് അല്ലെ, അവിടെ പഠിച്ചാണ് അവര് എന്താണ് അവര് കുറെ നോളജ് ഒക്കെ സമ്പാദിക്കുന്നത്. അപ്പൊ അതെല്ലാം നടക്കുന്നത് ഹോസ്പിറ്റലിലാണ് എന്നാണ് എന്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പൊ റിസർച്ച് നടത്താനും വേണ്ടിയിട്ടുള്ള ഒരു എന്താ പ്ലേസ് ആണ് എന്ത് WHO കൺസെപ്റ്റില് എന്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അവരുടെ ഡെഫിനേഷനിൽ പറയുന്നത് ഹോസ്പിറ്റൽ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ടാണ്, ഒരു അവിഭാജ്യ ഘടകമാണ്. ദ ഫംഗ്ഷൻ വിച്ച് ഓഫ് ടു പ്രൊവൈഡ് ഫോർ ദ പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ. മൊത്തത്തിലുള്ള അല്ലെ പോപ്പുലേഷന്റെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഹെൽത്ത് കെയർ ആണ് അവിടുത്തെ ഫംഗ്ഷൻ. പിന്നെ എന്താ പറയുന്നത്, രോഗനിർണയം അല്ലെങ്കിൽ രോഗശമനം, പ്രിവെന്റീവ്, അത് വരാതിരിക്കാനുള്ള മുൻകരുതൽ. നമ്മൾ നേരത്തെ നമുക്കറിയാം അല്ലെ, മിക്കവാറും ഇപ്പൊ കോവിഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം WHO പുറത്തുവിട്ടോ ഇത്രയും ഈ രാജ്യത്ത് ഇത്രയും കോവിഡ് റിപ്പോർട്ട് ചെയ്തു. ഇതില് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ക്ലാസ് എടുക്കണ അനുസരിച്ച് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് അപ്പൊ ആൻസർ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിങ്ങനെ ഇത് ചെയ്ത് പോകുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇത്തിരി സ്ലോ ആയിട്ടാണ് എടുക്കുന്നത്. കുറച്ചും കൂടി കഴിയുമ്പോൾ ഇത്തിരി സ്പീഡ് പോകേണ്ട വരും. കാരണം ഇത്രയും മോഡ്യൂൾസ് അല്ലെങ്കിൽ ഇത്രയും പേർപ്പസ് ഞങ്ങൾക്കാണെങ്കിലും പല ടീച്ചേഴ്സാണ് നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പൊ ഓരോ ടീച്ചേഴ്സിനും ഇത്ര പേർപ്പസ് ഇത്ര ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കണമെന്ന് പറയും. അപ്പൊ ഞങ്ങൾ അതനുസരിച്ച് എന്താ പറയണ പഠിച്ചിട്ടാണ് ഇത്ര ക്ലാസ് ടൈമിനുള്ളിൽ തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ക്ലാസ് എടുക്കാൻ വരുന്നത്. ഇതെല്ലാം നിങ്ങൾ എന്താ പറയുക അണ്ടർലൈൻ ചെയ്തൊക്കെ പറഞ്ഞു പോകുമ്പോൾ കുറെ സമയം നമുക്ക് പോകും. അതേസമയം എന്തായാലും മോക്ക് ടെസ്റ്റുകളിൽ നിങ്ങൾ എന്താ പറയാ കവർ ചെയ്ത് പോകും. എന്താണ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ അന്നാന്ന് തന്നെ അറിഞ്ഞു പോകും. പിറ്റേ ദിവസം ആയിരിക്കുമല്ലോ മോക്ക് ടെസ്റ്റ് വരാം. അപ്പോ നിങ്ങളത് മനസ്സിലാക്കി പോകുമ്പോഴും
ഈ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് എന്താണ് എന്നൊക്കെ ഉള്ളത്, ഏതാണ് ഇമ്പോർട്ടന്റ് എന്നൊക്കെ ഒരു ഇത് വരുന്നുണ്ട്. എന്തായാലും അത് ശ്രദ്ധിച്ച് പൊക്കോളും, നിങ്ങൾ ഇതിലേക്ക് ട്രാക്കിലേക്ക് ആയിക്കോളും. അപ്പോ എന്താ പറയാ ഹസ്ബൻഡ്, ഞാൻ എന്തായാലും നെക്സ്റ്റ് പാഠത്തിന്റെ നെക്സ്റ്റ് ലെസന്റെ സ്റ്റാർട്ടിങ് കൂടി എടുക്കണം എന്നോർത്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി പോയാൽ എനിക്കത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു അണ്ടർലൈൻ ചെയ്ത് തരേണ്ട ആവശ്യമൊന്നും ഇല്ലട്ടോ. അങ്ങനെയൊന്നും സമയം കളയാനായിട്ട് നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. കുഴപ്പമില്ലല്ലോ, ഞാൻ എന്തായാലും ഡ്രസ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല ഇതില്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു 5 ക്വസ്റ്റ്യൻസും വരും നമുക്ക് ടെസ്റ്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിനെ ബേസ് ചെയ്ത് തരും. പിന്നെയല്ലേ നമുക്ക് 4 എക്സാംസ് ഒക്കെ വരും ഒന്നിച്ചൊക്കെ. പിന്നെ ഓരോ പേപ്പർ വെച്ചൊക്കെ എക്സാംസ് ഒക്കെ നിങ്ങളെ അറിയിക്കും. അത് അതിന്റെ ടൈമില് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് എന്തായാലും അറിയിപ്പുകൾ കിട്ടും. അപ്പോ ഇതില് ഇപ്പൊ നമ്മൾ പറഞ്ഞത് കുറച്ച് ഡെഫിനേഷൻസ്, ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത് പറഞ്ഞു, കുറച്ച് ഡെഫിനേഷൻസ് പറഞ്ഞു. പിന്നെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനേഷനും പറഞ്ഞു. ഇപ്പൊ ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇല്ല എങ്കിൽ എനിക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കട്ടെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാട്ടോ. ഞാൻ മ്യൂട്ട് ചെയ്യേണ്ട ഒരു അവസരം അൺമ്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് സംസാരിക്കാം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങള് ലാസ്റ്റ് 10 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടുള്ള സെക്ഷൻ തരാൻ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്കുള്ള ഒരു ഇത് തന്നേക്കുന്നത് അങ്ങനെയാണ്. ലാസ്റ്റ് 10 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചോദിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ ആ ടൈമിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ആ ടൈമിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക പറയാനുള്ള ഓപ്ഷൻ ഇട്ട് തരും, അതായത് അൺമ്യൂട്ട് ആക്കി തരാം. ഇപ്പൊ ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നെക്സ്റ്റ് ലെസൺ കിടക്കുന്നതിന് മുമ്പായിട്ടായിരുന്നു ഞാനിങ്ങനെ ഇട്ടേക്കുന്നത്. ആർക്കും പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ലാതെ പറയാം. മാം ഈ ചാപ്റ്റർ തന്നെ ഒന്ന് ഷോർട്ട് ആക്കി പറയോ? ഈ ചാപ്റ്ററിന് ഷോർട്ടാക്കി പറയാം. ലേറ്റ് ആയിട്ടാണോ? അതുകൊണ്ടാണോ? അത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളുടെ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ എന്ന വേർഡ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് വന്നേ എന്നുള്ളത്. അതായത് എല്ലാവരും വിസിറ്റർ അല്ലെങ്കിൽ എന്താ പറയാ ഗസ്റ്റ് എന്നൊക്കെ ഉള്ള ലേബലിലാണെങ്കിലും അതിന്റെയൊക്കെ ഫസ്റ്റിലെ മീനിങ് എന്നൊക്കെ പറഞ്ഞ പണ്ട് കാലത്ത് നമുക്ക് ഹോസ്പിറ്റലുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാലേ, നമ്മുടെ കാലഘട്ടത്തിലാണെങ്കിലും നമ്മൾ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഈ ഹോസ്പിറ്റലൊന്നും ഫോം ചെയ്തിട്ടില്ല. അപ്പൊ അതിക്ക് മുമ്പ് എന്താണ് അവര് ശരിക്കും പറഞ്ഞ ഒരു താമസ സൗകര്യം അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് വിനോദത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം എന്നുള്ള ലേബലിലാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. വീണ്ടും അത് കുറച്ച് കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എന്താ ശുശ്രൂഷ എന്നുള്ള മീനിങ്, അതായത് ഇല്ലൊക്കെ വരുമ്പോൾ സിക്കായിട്ടുള്ള പുരുഷൻ പേഷ്യന്റിനെയൊക്കെ ശുശ്രൂഷിക്കുക എന്നുള്ള ലേബലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവര് വീണ്ടും അതിനെ എന്താണ് വീണ്ടും താഴേക്ക് പിന്നെ കറന്റിലി വരുന്നത് എന്താണ് അവിടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാണ്. അവര് നമ്മുടെ എന്താ പറയുക ആരോഗ്യത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുകയാണ്. അപ്പൊ ആദ്യം ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ജനങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ ഇപ്പൊ ഫെസിലിറ്റീസിനേക്കാൾ അപ്പുറം എന്താ പ്രത്യേകം എന്താ ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടാണ് അവരെ ഫെസിലിറ്റിനേക്കാൾ അപ്പുറം എന്താ കോംപ്രഹെൻസീവ് പ്രിവെന്റീവ് ക്യൂറേറ്റീവ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗശമനത്തിന്, രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമഗ്രമായ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ രോഗം വന്നതിന് ശേഷം നമ്മുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താനും കുറച്ചും കൂടി സോഷ്യലായിട്ട് മിങ്കിൾ ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഓവർകം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലുകളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെയുള്ള രീതിയിലേക്ക് ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ഡെഫിനിഷൻസ് ആണ് പറഞ്ഞത്. ഡെഫിനിഷൻസിലെ പ്രധാനമായിട്ട് പറയുന്നത് സാധാരണയായിട്ട് ഫസ്റ്റ് ഡെഫിനിഷനില് ജനങ്ങളുടെ എന്താ പറയുക രോഗം വന്നിരിക്കുന്നവരെ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവൊക്കെ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും മെഡിക്കലായിട്ടോ അല്ലെങ്കിൽ സർജിക്കലായിട്ടുള്ള നഴ്സിംഗ് കെയർ ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. വീണ്ടും പിന്നീടുള്ള ഡെഫിനേഷനിലേക്ക് വരുമ്പോൾ എന്താ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് തിരിഞ്ഞു അല്ലെ, നമുക്കറിയാം ന്യൂറോ അല്ലെങ്കിൽ അപ്പോ അങ്ങനെയൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ സെപ്പറേഷൻ ഒക്കെ വന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഡോക്ടേഴ്സിനും
മുൻപുള്ള ഇൻട്രൊഡക്ഷൻ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ബൈഹാർട്ട് പഠിക്കാനെന്നല്ല. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾക്കൊക്കെ പേപ്പേഴ്സിനെ കുറിച്ച് തന്നിട്ടുണ്ടാവും, അതായത് എക്സാമിനൊക്കെ എങ്ങനെയാ വന്നേന്നൊക്കെ തന്നിട്ടുണ്ട്. ഓരോ പേപ്പേഴ്സിനും 60 മാർക്കുള്ള ഒരു മൈൻഡില് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും നേരത്തെ പറയും. അപ്പൊ അതില് 13 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും കുറച്ച് മാർക്കുകൾ, അതായത് ഒരു ഫസ്റ്റ് പേപ്പർ നമുക്ക് എക്സാം എടുക്കും. അപ്പൊ ഈ ഫസ്റ്റ് പേപ്പറിൽ എന്താ പറയുക 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ 13 ചാപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് മാർക്കുകളൊക്കെ ആയിരിക്കും. അപ്പൊ ഓരോ ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ അതനുസരിച്ച് കുറച്ച് മാർക്കേ ഉണ്ടാവുള്ളൂ. വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ ആകുമ്പോൾ അതിന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു നമുക്കറിയാലോ ഒരു ഇതിന്റെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാവും. ആ പ്രൊപ്പോർഷൻ അനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ഇതെല്ലാവരും ബൈഹാർട്ട് പഠിക്കണം എന്ന് പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെറുതായിട്ടൊക്കെ മോക്ക് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. മിക്കവാറും ആ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി വായിച്ച് നിങ്ങൾ കേട്ടുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും ബൈഹാർട്ട് പഠിക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല. മനസ്സിലാക്കി വെക്കുക എന്നാണ് പറയുന്നത്. അത് പിന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചു വെക്കാം. അപ്പോ ഇതിന് ആൻസർ കൊടുത്തു. ഇപ്പൊ നമ്മളെല്ലാം ഫസ്റ്റ് പറഞ്ഞ ഒരു ചെറിയ ബ്രീഫ് ഇൻട്രൊഡക്ഷനിലേക്ക് വരികയാണ്. അത് നമ്മളിപ്പോ പറഞ്ഞു എന്താണ് ഡയഗ്നോസ് ചെയ്യാൻ, രോഗനിർണയം അല്ലെങ്കിൽ തെറാപ്പി, റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ, റിസർച്ച്, ഗവേഷണം, അവരുടെ പഠനം, ഇതെല്ലാമാണ് നടക്കുന്ന ഒരു സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അങ്ങനെ ഓരോ ഡെഫിനിഷനുകളാണ്. അപ്പൊ ഇതിലെന്താണ് എഡ്യൂക്കേഷൻ, റിസർച്ച് ഒക്കെ ഉൾപ്പെടുത്തിയത്. മറ്റേതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിക്കായിട്ടുള്ള പേഴ്സന്റെ ആ പേഷ്യന്റിന്റെ രോഗശമനവും അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് മാത്രമാണ്. ഇവിടേക്ക് വന്നപ്പോൾ എന്താണ് രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ രോഗം വന്നു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ബെറ്ററായിട്ട് വ്യക്തിയുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള നടപടികൾ എടുക്കാൻ, അതേമാതിരി തന്നെ എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ അല്ലെ എന്തായാലും ആ ഫീൽഡിലേക്കുള്ള എഡ്യൂക്കേഷൻ റിസർച്ച് എല്ലാം നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ലെവലിലേക്കുള്ള മീനിങ് ആ ഒരു ഡെഫിനിഷനാണ് ഇവിടെ പറയുന്നത്. ദെൻ വീണ്ടും എന്താണ് പ്രൊഫഷണലി അല്ലെങ്കിൽ ടെക്നിക്കലി നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടം. അത് കളല്ലേ അമ്മ പറയാം. ഇത് കണ്ട ഇത് നമ്മുടെ ക്ലാസ്. നിങ്ങൾ എല്ലാവരും ഡിസ്റ്റർബ് ചെയ്താൽ മൊത്തത്തിൽ പ്രശ്നമാവും. ആരെങ്കിലും അറിയാതെയാണെങ്കിലും മ്യൂട്ട് ചെയ്താൽ പ്രശ്നമാണ്. കണ്ട ഒരാള് അറിയാതെ മ്യൂട്ട് ചെയ്തതായിരിക്കും ആരാണെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ അത് കെയർഫുൾ ആയിരിക്കണം. നിങ്ങൾക്ക് ഒരാള് സംസാരിച്ചാൽ ചിലപ്പോൾ മറ്റുള്ളവർക്കും കേൾക്കാതെയും അപ്പൊ അവരെ ശ്രദ്ധയൊക്കെ ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോകും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. എന്തായാലും ഞാനിപ്പോ എല്ലാവരെയും മ്യൂട്ട് ചെയ്തു. മ്യൂട്ട് ആകുന്ന ഓപ്ഷൻ ഇല്ല ഇപ്പോ. അപ്പോ നമ്മള് പറഞ്ഞു നിർത്തിയവിടെ തന്നെ വീണ്ടും തുടങ്ങിയാണ്. ഈ കാലഘട്ടത്തിൽ പ്രൊഫഷണലി ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ ഇന്നോവേഷനൊക്കെ സാധ്യതകളൊക്കെ വന്നപ്പോഴെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതേപറ്റി കൂടുതലായിട്ടുള്ള പഠനങ്ങൾ ഇതെല്ലാം വന്നപ്പോ ഹോസ്പിറ്റലിൽ നിന്നുള്ള മീനിങ് വീണ്ടും മാറ്റങ്ങൾ വരുത്തി. അവയ്ക്ക് കൂടുതൽ മാം നോട്ട്സ് PDF ആയിട്ട് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നോട്ട്സ് ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. നിങ്ങൾക്ക് തരുന്ന ഈ PDF തന്നെയാണ് ഇതിന്റെ നോട്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഇങ്ങനെ ഇടുന്നുണ്ട്, അതായത് മോക്ക് ടെസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാം ടൈമിലൊക്കെ തരും. ഓക്കെ, അപ്പോ ഇതിലെന്താ പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി കെയർ വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. പിന്നെ എന്നാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനേഷനാണ് ലാസ്റ്റ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അതെന്തായാലും കിട്ടിയിട്ടുണ്ടാവും. കാരണം അതിൽ ആ ഡെഫിനേഷൻ തുടങ്ങിയാണ് ഇന്നത്തെ തുടങ്ങി ബ്രീഫായിട്ട് പറയാനാണല്ലോ പറഞ്ഞത്. അപ്പോ അതുവരേക്കും കിട്ടിക്കാണും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനേഷനും അതന്നെ പറയുന്നത് മൊത്തത്തിലുള്ള പീപ്പിൾസിന്റെ കംപ്ലീറ്റ് ഉള്ള പോപ്പുലേഷന്റെ മൊത്തത്തിലുള്ള ഹെൽത്ത് കെയറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവരത് വിളിക്കുന്നുണ്ട്. കാരണം അത് ഗ്ലോബലി ആണല്ലോ. അപ്പൊ അവരത് പ്രത്യേകം എടുത്തു പറയുന്നു. പിന്നെ എന്താ രോഗശമനം, പ്രിവെന്റീവ് വരാതിരിക്കാനുള്ള നടപടികള്, പിന്നെ ഒപ്പം തന്നെ എന്താണ് ഫാമിലി എന്റർടൈൻമെന്റ്, അതായത് കുറച്ച് നാൾ വന്നതിന് ശേഷമാണെങ്കിലും വീണ്ടും ആ ഇതിലേക്ക് നിന്നുള്ള ആ രോഗശമനത്തിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് അവർക്കും വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടും റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഹോസ്പിറ്റലിനെ അവരെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ഇനി കുറച്ച് സമയമുള്ളൂ. അപ്പോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വെറുതെ ഡെഫിനിഷനല്ലേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്.
500 AD. അതായത് അതിൽ ആ ഒരു ഇയേഴ്സ് കൊടുക്കുകയാണ്. എന്താണ് ബിഫോർ വെസ്റ്റ് 500 ആൻഡ് ആഫ്റ്റർ, അല്ലെ? നമുക്കറിയാം ആ ഒരു ഇയർ ബാക്കിന്റെ കാര്യം വെച്ച് പറയുകയാണ്. Early medical treatment was always recognized as religious services and ceremonies. അതിലെന്താ പറയുന്നത്? അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് എന്താ പറയുന്നത്, ഈ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള, നമുക്കറിയാം അല്ലെ, നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള നമ്മുടെ വൈദ്യന്മാരുടെ കാര്യങ്ങളും കുറെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വിവരിക്കുക, അല്ലെ? അപ്പൊ ഇത് തന്നെയാണ് ഇന്നാന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ ഏർലി ഇറയിൽ പറയുന്നത് ഇത് തന്നെയാണ്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓൾവേസ് റെക്കഗ്നൈസ്ഡ് ആസ് റിലീജിയസ് സർവീസ്. ഇതെന്താണ്? മതപരമായിട്ടുള്ള ആചാരങ്ങളും അല്ലെങ്കിൽ സെറമണീസും, അതാണ് ആചാരങ്ങൾ എന്ന് പറയുന്നത്. സെറമണീസും അവരുടെ സേവനങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. പ്രീസ്റ്റ് വെയർ ഓൾസോ ഫിസിഷ്യൻസ് ഓർ മെഡിസിൻ മാൻ കെയറിംഗ് ഫോർ പീസ് മൈൻഡ് ആൻഡ് ബോഡി. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലെ പുരോഹിതന്മാരൊക്കെയാണ് എന്ത് വൈദ്യന്മാരായിട്ടൊക്കെ വരുന്നത്. അതായത് അവര് കൂടുതൽ ബ്രഹ്മചര്യവും കുറെ ആത്മീയതയും പിന്നെ എന്താ മൈൻഡൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തു ബോഡിയെ കുറിച്ചൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ആത്മീയ ലെവലിലേക്കാണല്ലോ ഇത് കൊണ്ടുപോയി കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതാണ് എന്ത് കോൺസെപ്റ്റ് ആണ് എന്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന രീതിയിലേക്ക് ആദ്യം കാണുന്നത്. Early medical treatment was always recognized as religious services and ceremonies. ഇത് ആചാരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലൊക്കെ വന്നതാണ്. പ്രീസ്റ്റ് വെയർ ഓൾസോ ഫിസിഷ്യൻസ്, പ്രീസ്റ്റുകൾ തന്നെയാണ് എന്താ ഫിസിഷ്യൻസ്. മെഡിസിൻ മെൻ കെയറിംഗ് ഫോർ സ്പിരിറ്റ് ആൻഡ് മൈൻഡ് ആൻഡ് ബോഡി. Priest or doctors came under the ruling class with great political influence. അതായത് അവർക്ക് അതിൻ്റെതായ കുറെ പ്രചോദനങ്ങളുണ്ട് അല്ലെ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസോട് കൂടിയിട്ടുള്ള കുറെ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രീസ്റ്റും ഡോക്ടേഴ്സ് ഒക്കെ വരുന്നത്. ടെമ്പിൾ ഓർ ഹോസ്പിറ്റൽസ് വേർ ഓൾസോ മീറ്റിംഗ് പ്ലേസ്. അവിടെയൊക്കെയാണ് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലങ്ങളിൽ അവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങൾ, അതായത് മതപരമായിട്ടുള്ള ആ ഒരു പ്ലേസുകളിലൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഫോം ചെയ്യാനായിട്ട് ആചാര്യന്മാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നത്. അവിടെ പ്രത്യേകിച്ച് എന്താ ഹോസ്പിറ്റൽസ് ഒന്നും എന്ന് പറയാനായിട്ടുള്ള ഒരു സംഭവമൊന്നുമില്ല. അവരെ കാണുന്നതോടൊപ്പം തന്നെ അവരിങ്ങനെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ ആയിട്ടുള്ള അഡ്വൈസും ബോഡി ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചു പോകും. അതാണ് ആ ഫസ്റ്റ് കൺസെപ്റ്റിലുള്ള ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഇനി അത് വിവരിച്ചു വരുന്നുണ്ട്. അതായത് നമ്മൾ 5 ഘട്ടമായിട്ട് വിവരിച്ച് പറയുന്നുണ്ട്. ആ ടൈമിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ദാറ്റ് ടൈമില് എന്താണ് മെസോപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസ്, ഗ്രീക്ക് ഹോസ്പിറ്റൽസ്, റോമൻ ഹോസ്പിറ്റൽസ്, അറേബ്യൻ ഹോസ്പിറ്റൽസ്, ഇന്ത്യൻ ഹോസ്പിറ്റൽസ്, അങ്ങനെ അത്രയുമാണ് 5 തരത്തിലാണ് ഇതിങ്ങനെ എന്താ പറയുക ആദ്യത്തെ ഉത്ഭവം തുടങ്ങി ഇങ്ങനെ പോകുന്നത് സ്റ്റെപ്പായിട്ട് പോകുന്നത്. അപ്പൊ ഓരോ ഇറകള് നമുക്കറിയാം ഓരോ കാലഘട്ടത്തിനുണ്ട് അല്ലെ. പഴയ ഹിസ്റ്ററി PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നമുക്കറിയാം PSC പഠിക്കുമ്പോൾ ആദ്യ കാലഘട്ടങ്ങൾ തുടങ്ങി ഇങ്ങനെ ആചാര്യന്മാരെ കാര്യങ്ങളൊക്കെ നമ്മുടെ ആ മന്ത്രിസഭയിൽ ഇങ്ങനെ വൈദ്യന്മാരുണ്ടായിരുന്നു, ഇതില് അങ്ങനെയുള്ളവരുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു പോകും. അപ്പൊ അതില് പറയുന്ന ഒരു കാര്യം മെസോപ്പൊട്ടേമിയ ഹോസ്പിറ്റലിൽ തുടങ്ങിയാണ് ഇതില് ഹിസ്റ്ററി ഓഫ് എറയിൽ ഇങ്ങനെ വിവരിച്ചു വരുന്നത്. അപ്പൊ അതിന് മെസോപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലിൽ എന്താ പറയുന്നത് മെഡിസിൻസ് ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ് ഫസ്റ്റ് അപ്പിയർഡ് 4000 years ago in the ancient religion of South West Asia known as Mesopotamia. മെസോപ്പൊട്ടേമിയയിൽ സൗത്ത് ഏഷ്യയില് ഉള്ള മെസോപ്പൊട്ടേമിയ നമുക്കറിയാം ആ ഗ്രാമം അല്ലെ. മെസോപ്പൊട്ടേമിയയിൽ ആ ഒരു സൗത്ത് ഏഷ്യയില് അറിയപ്പെടുന്ന ഒരു പ്രധാനമാണ് എന്ത് മെസോപ്പൊട്ടേമിയ എന്ന് പറയുന്നത്. അതിലെന്താ പറയുന്നത് മെഡിസിൻസ് ഓർഗനൈസേഷൻ വരുന്നത് എങ്ങനെയാ ഫസ്റ്റ് അപ്പിയറൻസ് 4000-ലാണ്. ആ 4000 years എക്കോയാണ് ഈ മെസോപ്പൊട്ടേമിയൻസ് ഉണ്ടാവുന്നത് ഉത്ഭവിക്കുന്നത്. അപ്പൊ അവരുടെ ആ സൗത്ത് ഏഷ്യയില് ആ ഒരു മെസോപ്പൊട്ടേമിയ സംസ്കാരത്തിൽ വരുന്ന ഒരു റീജിയൻ ആണ് ഇത് ഈ ഹോസ്പിറ്റലിന്റെ ഫോമിനെ കുറിച്ച് പറയുന്നത്. ഹുമറേബിയൻ കോഡ് 1728 1686 BC. അതായത് ഈ കോഡിനെ കുറിച്ച് പറയാം. വാസ് ദ റൂൾ ഓഫ് ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. അതെന്ന് പറയുന്നത് എന്താണ് ഒരു ഡോക്ടേഴ്സിന്റെ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കോഡാണ്. അതെന്താ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമുക്കറിയാലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ ചക്രവർത്തിമാരും അവരിവരൊക്കെയാണ് അല്ലെ. അപ്പൊ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിയമ സംഹിത ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവരിങ്ങനെ എത്ര പേരെ അടിമകളാക്കണം, ഇത്ര പേരെ ജയിൽ വിധിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാനായിട്ടൊന്നും അറിയില്ല. ഈ ഡോക്ടേഴ്സിനാണെങ്കിലും എന്താണ് ഇപ്പൊ ആചാര്യന്മാരാണെങ്കിലും ഇവർക്കൊന്നും
ഒരു പ്രിസ്ക്രിപ്ഷൻ എന്താ പറയുക, നമുക്ക് കുറിപ്പടി ഉണ്ടാക്കേണ്ട ഒരു ഇതുകൾ വേണമല്ലോ. അപ്പൊ അതൊന്നും ഇവർക്ക് അറിയില്ല. അങ്ങനെ വരുമ്പോൾ ഈ കോഡ് ഉപയോഗിച്ച്, അതായത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഉമറബി കോഡ് ഉപയോഗിച്ചിട്ടാണ് ഡോക്ടേഴ്സ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ ഇൻ ഏൻഷ്യന്റ് ബാബിലോൺ. ഈ ഏൻഷ്യന്റ് ബാബിലോണിലുള്ള ആ ഒരു എന്താണ് ഈ കോഡ് ഉപയോഗിച്ചിട്ടാണ്, പ്രിസ്ക്രിപ്ഷനുകളാണ്, ഇവരുടെ കോഡ് ഉപയോഗിച്ചിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ആണ് അവർ കൊടുത്തേക്കുന്നത്. അവർക്ക് എങ്ങനെയാണ് എഴുതി പിടിപ്പിക്കണേന്നൊന്നും അറിയില്ല. നമുക്കറിയില്ല, എന്തെങ്കിലും ഒരു ഫോമാറ്റ് കണ്ടെത്തണം നമുക്ക് എന്തെങ്കിലും കാണിച്ചിട്ട് കൊടുക്കണമെങ്കിൽ അല്ലെ. അപ്പൊ ഈ ഇപ്പോഴത്തെ പ്രിസ്ക്രിപ്ഷൻ നമുക്കറിയാം, ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ചെയ്യും. മിക്കവാറും അതിന്റെ ടെക്നിക്കൽ മീനിങ് ഒന്നും നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, എല്ലാവർക്കും അത് അറിയില്ല. അത് മാത്രമായിട്ട് സെപ്പറേറ്റ് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ എല്ലാവർക്കും മാത്രമേ അതറിയുള്ളൂ അല്ലെ. അപ്പൊ ഫാർമസിസ്റ്റുകൾക്കൊക്കെ മാത്രമേ അതറിയുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇവർക്ക് കുറിപ്പിടികൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഹോസ്പിറ്റലിലൊക്കെ ഫോം ചെയ്യുമ്പോൾ. അപ്പൊ ഇവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ കോഡ്, ഇവരുടെ ഈ ഭരണ കാലഘട്ടത്തിലുള്ള ഹൂറബി കോഡ്, അവരുടെ ആ ഒരു സിവിലൈസേഷന് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയിരിക്കുന്ന കോഡ് അനുസരിച്ചിട്ടാണ് ഈ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് സുമർ ഇൻ ഏൻഷ്യന്റ് ബാബിലോൺ. ബാബിലോണിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലേസ് ആണ്, എന്താ ഇപ്പൊ പുരാതനമായ ഒരു പ്ലേസ് ആണ് സുമർ. അവിടെയാണ് ഇത് ഫസ്റ്റ് ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ ഇൻ ഏൻഷ്യന്റ് ബാബിലോൺ. അവിടെയാണ്, ആ ബാബിലോണിലാണ് ആദ്യമായിട്ട് എന്ത് പ്രിസ്ക്രിപ്ഷൻ രൂപം കൊണ്ടതെന്ന് പറയുന്നു. അങ്ങനെ ഒരു കുറിപ്പടി എന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ മനസ്സിലായി, എന്തെങ്കിലും മനസ്സിലായോ? അതായത് ഇത് എങ്ങനെയാ ഇത് ഫോം ചെയ്ത് വരുന്നേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെന്തായാലും അവൈലബിൾ ആകും. അല്ലാതെ നിങ്ങൾക്ക് ടീച്ചിങ് എന്തായാലും നോട്ട്സ് വേണമല്ലോ. ഞങ്ങളായിട്ട് സെപ്പറേറ്റ് നോട്ടൊന്നും തരില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതെന്തായാലും PDF ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതെങ്ങനെയായിട്ടും ചിലരെല്ലാം നിങ്ങളുടെ കയ്യിലുള്ള ചിലരുടെ കയ്യിലുണ്ട് എന്നിവിടെ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ കൈകളിൽ എത്തും. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക. അതനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ എത്തും. അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടാണോ PDF ആയിട്ടാണോ എന്നുള്ളതെല്ലാം നിങ്ങൾ മാനേജ്മെന്റ് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുക. അത് ഞങ്ങൾക്ക് ടീച്ചിങ് പൊതുവെ പഠിപ്പിക്കുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക, അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് എടുക്കുക, അതിന്റെ ആൻസർ, അങ്ങനെയൊക്കെ ഉള്ളൂ. ബാക്കിത്തെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് എന്തായാലും അവൈലബിൾ ആക്കിയിട്ടുണ്ടാവും, ഫോൺ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേക്കും ചിലർ പറയുന്നുണ്ട് ബിഗ് ബുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അത് നിങ്ങൾ നേരിട്ട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾ ടെക്നിക്കലായിട്ടോ എന്തെങ്കിലും ഫോൺ നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. ഇതിപ്പോ ക്ലാസ് ടീച്ചിങ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ടീച്ചിങ്ങിനോടൊപ്പം ഡൗട്ട് ക്ലിയറൻസ്, ക്വസ്റ്റ്യൻസ്, ബാക്കിത്തെ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങളുടെ അവൈലബിൾ അല്ല. അപ്പോ എന്താ നോക്കാം, നമ്മള് മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ എന്ന രൂപം കൊണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. അവിടെ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താ ഗ്രീക്ക് ഹോസ്പിറ്റൽസ് പീരിയഡ് 460-136 BC. എന്താ പറയുന്നത്, ഗ്രീക്ക് ഹോസ്പിറ്റൽസിൽ എന്താ പറയുന്നത്, ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ എ മാജിക് റിലീജിയൻ റിച്വൽസ്. Hippocrates 460-370 BC, the father of medicine, used a logical non-religious first introduction class തന്നെ എല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കേറാത്തവരായിരിക്കും ചിലപ്പോ, അതില് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും, ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷനേക്കാൾ കൂടുതലായിരിക്കും ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേട്ടവരിൽ നിന്നെ കൂടെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ആരെങ്കിലും കൂടി കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ എന്താ പറയുന്നത്, ഗ്രീക്ക് ഹോസ്പിറ്റലിന്റെ പീരിയഡില് ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് റിലീജിയസ് റിച്വൽസ്. ഹിപ്പോക്രാറ്റ്സ് ദ ഫാദർ ഓഫ് മെഡിസിൻ. ഇവിടെ ഹിപ്പോക്രാറ്റിന്റെ ഫാദർ ഓഫ് മെഡിസിനെ കുറിച്ച് ഗൂഗിൾ ക്ലാസ് റൂം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇതില് കുറെ മെസ്സേജുകൾ വരുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് നോക്കേണ്ടതും ക്ലിയർ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. എന്തായാലും നമ്മൾ തുടങ്ങി വെക്കുന്നേ ഉള്ളൂ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലിൽ തുടങ്ങി വെക്കുന്നുള്ളൂ. എനിക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സും ജസ്റ്റ്
എന്താ പറയുക ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ തുടങ്ങി വെക്കാന്ന് മാത്രമേ ഇതുണ്ടായിട്ടുള്ളൂ. കാരണം ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. ഒത്തിരി സ്പീഡിൽ പോയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ. അപ്പോ അതില് ജസ്റ്റ് നിങ്ങളിതൊന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് മെസോപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ, ഗ്രീക്ക് ഹോസ്പിറ്റൽസ്, റോമൻ ഹോസ്പിറ്റൽസ്, അറേബ്യൻ ഹോസ്പിറ്റൽ, ഇന്ത്യൻ ഹോസ്പിറ്റൽ, അങ്ങനെയാണ് നമ്മള് എന്താ പറയുക അതിന്റെ ആ ഒരു ഹിസ്റ്ററി തരണം ചെയ്ത് പോകുന്നത്. അതില് നമ്മളെ പ്രിസ്ക്രിപ്ഷൻ ഇതില് പ്രത്യേകം ചില പോയിന്റ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഗ്രാമാറ്റിക് മീനിങ്ങിൽ എന്താ പറയുക എല്ലാം ബൈഹാർട്ട് ചെയ്ത് വെക്കണം എന്നില്ല. അതായത് ചിലപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ആരാണ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്തത്, അല്ലെങ്കിൽ ഫാദർ ഓഫ് മെഡിസിൻ ആരാന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതിൽ ഗ്രീക്ക് ഹോസ്പിറ്റൽ പീരീഡിൽ എന്താ പറയുന്നത്, ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് റിലീജിയൻസ്. ഞാൻ പറഞ്ഞ എന്തായിരിക്കും, നമ്മൾ എന്താ പറയാ ഈ റിലീജിയൻ തന്നെയാണ് എവിടെയും ബേസ് ചെയ്യുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ എന്താണ് പൊതുവെ നമ്മൾ ബേസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മന്ത്രവാദികളെയോ അല്ലെങ്കിൽ ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള, അതായത് നമ്മുടെ മതപരമായിട്ടുള്ള വ്യക്തികളെ അവരുടെയൊക്കെ ആചാര്യന്മാരും അവരുടെ ആചാരങ്ങളൊക്കെയാണ് ബേസ് ചെയ്തിട്ടാണ് എന്ത് നമ്മളുടെ ട്രീറ്റ്മെന്റ് എല്ലാം വരുന്നത്. ട്രീറ്റ്മെന്റ് ബേസ്ഡ് ഓൺ മാജിക്, മന്ത്രവാദോ റിലീജിയസ് എന്താ പറയുക അതിന്റെ ആ ഒരു മതപരമായ എന്തെങ്കിലും ആചാരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നത്. ഇനി പറയുകയാണെങ്കിൽ ഹിപ്പോക്രൈറ്റ്സ് ദ ഫാദർ ഓഫ് മെഡിസിൻ യൂസ്ഡ് എ ലോജിക്കൽ നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിൻ. അവിടെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ്, അദ്ദേഹം ആരായിരുന്നു, യൂസ്ഡ് ആസ് എ ലോജിക്കൽ, അദ്ദേഹം യുക്തിപരമായിട്ടാണ്. അദ്ദേഹം ഒരിക്കലും ഇതുമായിട്ട് മാജിക്, അതായത് മന്ത്രവാദികളുടെയോ അല്ലെങ്കിൽ മതപരമായ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ട്രീറ്റ്മെന്റ് ബേസ് ചെയ്തിരിക്കുന്നത്. അതാണ് പറയുന്നത് നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിൻ. അദ്ദേഹം റിലീജിയന്റെ അപ്രോച്ചിലല്ല മെഡിസിൻസിനെ കൊണ്ടുവരുന്നത്. അദ്ദേഹം എന്താണ് യുക്തിപരമായിട്ട്, അദ്ദേഹം നാച്ചുറലി എന്താണ് നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെയാണ് അസുഖങ്ങൾ വരുന്നത് എന്നുള്ള ആ ഒരു മൈൻഡിൽ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ആ ആചാരങ്ങളുടെയോ മന്ത്രവാദത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല ട്രീറ്റ്മെന്റ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് ലോജിക്കലായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് അദ്ദേഹം എന്ത് ട്രീറ്റ്മെന്റ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നത്, ദ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് വിളിക്കുന്നത്. ഫാദർ ഓഫ് മെഡിസിൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്, ഹിപ്പോക്രാറ്റിനെയാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് പോയിന്റില് നമ്മൾ എന്താണ് പ്രിസ്ക്രിപ്ഷനെ കുറിച്ചാണ് സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞത്. അത് അവർക്ക് കിട്ടുന്നല്ല, അതുകൊണ്ട് അത് പെട്ടെന്ന് പ്രിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുന്നത് ചില ആ കാലഘട്ടത്തിലെ ഭരണാധിപന്മാരുടെ കോഡ്, അതാണ് ആ പറയുന്നത് കുമറാബി കോഡ്. അതായത് ആ ഒരു രീതി ഫോളോ ചെയ്തിട്ടൊക്കെയാണ് അവർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നു. സെക്കൻഡിൽ വരുമ്പോ ഗ്രീക്ക് ഹോസ്പിറ്റൽസിന്റെ ആ ഉത്ഭവത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഹിപ്പോക്രാറ്റിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നല്ല എന്ത് മെഡിസിൻ അപ്രോച്ച് വരുന്നത്, അദ്ദേഹം യുക്തിപരമായിട്ടാണ് ഈ മെഡിക്കൽ അപ്രോച്ച് വരുന്നത് പറഞ്ഞത്. നെക്സ്റ്റ് റോമൻ ഹോസ്പിറ്റൽ. അപ്പൊ ക്ലിയർ ആണെന്ന് പറയുന്നു. Roman hospitals. By 1st century BC, the Roman was the first to make institutional care of the sick and the injured. Military and slave hospitals existed then. അതായത് നമ്മള് മനസ്സിലാക്കിയെടുത്തോളം എന്താണ് ഫസ്റ്റ് സെഞ്ചുറി BC എന്ന് പറയുന്ന ആ കാലഘട്ടം വന്നപ്പോഴേക്കും റോമൻ വാസ് ദ ഫസ്റ്റ് ടു മേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ പറയുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ അല്ലെ ഒരു ജസ്റ്റ് എന്താ പറയുന്ന ഗസ്റ്റ് എന്നൊക്കെയുള്ള രീതി ആ അപ്രോച്ചൊക്കെ മാറിയിട്ട് റോമൻ ഹോസ്പിറ്റലിന്റെ ടൈമൊക്കെ ആയപ്പോൾ എന്താണ് ഫസ്റ്റ് ടു മേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കാൻ തുടങ്ങി. ഓഫ് ദ സിക്ക് പേഴ്സൺസ്, അതായത് രോഗം ബാധിച്ചവർക്ക് ആൻഡ് ഇൻജേർഡ് എന്തെങ്കിലും മുറിവുകളൊക്കെ സംഭവിച്ചവർക്ക്. മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റ്. ആ ടൈമിലൊക്കെയാണ് എന്താ പട്ടാളത്തിന്റെ അല്ലെങ്കിൽ ചേരിമാതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആ ടൈമിലാണ് എന്ത് അടിമകൾക്കും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ സെപ്പറേറ്റ് ആയിട്ട് അവർ ഫോം ചെയ്യാനൊക്കെ തുടങ്ങിയത് എന്താണ് റോമൻ ഹോസ്പിറ്റൽ ആ സെഞ്ചുറി, അതായത് BC ഫസ്റ്റ് സെഞ്ചുറി BC ടൈമിലാണ് ഇങ്ങനെ റോമൻ ഹോസ്പിറ്റലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത് എന്ന് പറയുന്നത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ആ ഒരു മാറ്ററിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോട് കൂടിയിട്ട് ഒരു സ്ഥാപനത്തോട് കൂടിയിട്ട് കെയർ ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. Then Arabic hospital. The Roman military hospitals and the few Christian hospitals were no match for the number, organization and excellence of the
അറേബ്യക് ഹോസ്പിറ്റൽ. അതായത് അറേബ്യക് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ഫോം, അതായത് ഒത്തിരി അവരെങ്ങനെ ഫോം ചെയ്തേക്കുന്നത്, നമ്മളിപ്പോ ഹിസ്റ്ററിയാണല്ലോ പഠിക്കുന്നത്, അപ്പൊ അത് ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി പോവുകയാണ് ചെയ്യുന്നത്. അറേബ്യക് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ സമൂഹം എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് കുറച്ചുള്ള ക്രിസ്ത്യൻ ഹോസ്പിറ്റലിനേക്കാളോ അല്ലെങ്കിൽ റോമൻ ഹോസ്പിറ്റലിനെ വെച്ച് നോക്കുമ്പോൾ അവരൊരിക്കലും ഈ അറേബ്യക് ഹോസ്പിറ്റലിനേക്കാളും മേലെ അല്ല എന്നാണ് ഈ ഇതിൽ പറയുന്നത്. The Roman military hospitals and the few Christian hospitals were no match for the number, organization and excellence of the Arabic hospital. Arabic hospital-നേക്കാളും ഒരിക്കലും മേലെയല്ല എന്ത് റോമൻ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസോ അത്രയ്ക്കൊന്നും ഫോം ചെയ്യാനായിട്ട് ഇവരെക്കൊണ്ടൊന്നും സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അറേബ്യക് ഹോസ്പിറ്റൽസ് അതിനേക്കാളും മേലെയായിട്ട് ഫോം ചെയ്യാൻ തുടങ്ങിയിരുന്നു. then ഇന്ത്യൻ ഹോസ്പിറ്റൽ, പിന്നെ നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങൾ പറയാണ്. Historical records show that efficient hospitals were built in India by 600 BC. അതായത് ചരിത്രപരമായിട്ടുള്ള റെക്കോർഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്താണ്, എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യക്ഷമതയോടുകൂടിയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങിയിരിക്കുന്നത് എപ്പോഴാണ്, 600 BC കൂടിയിട്ടാണ്. ഡ്യൂറിംഗ് ദ ഗ്രിഗോറിയസ് റീജിയൻ ഓഫ് കിങ് അശോക 273 to 32 BC. അതായത് നമ്മളൊക്കെ അറിയാമല്ലേ അശോകന്റെ ഒക്കെ സുവർണ കാലഘട്ടം എന്നൊക്കെ പറയുന്ന കാലഘട്ടം. ആ ടൈമിലൊക്കെയാണ് നമ്മുടെ ഇവിടെ ഹോസ്പിറ്റൽസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇന്ത്യ ഹോസ്പിറ്റൽസ് സ്റ്റാർട്ടഡ് ടു ലുക്ക് ലൈക്ക് മോഡേൺ ഹോസ്പിറ്റൽസ്. അങ്ങനെ എന്തായി മാറി, ഇന്ത്യ ഹോസ്പിറ്റൽസ് എന്താണ് മോഡേൺ ഹോസ്പിറ്റൽസിന്റെ ആ ഒരു രീതിയിലേക്കൊക്കെ ആയി. അപ്പൊ പണ്ട് ഈ ഇവിടെയൊക്കെ ഹോസ്പിറ്റൽ ഉണ്ടായെന്നുള്ള കാര്യം നമുക്ക് മെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെ. റോമൻ ഹോസ്പിറ്റൽസും ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസും അല്ലെങ്കിൽ അറേബ്യക് ഹോസ്പിറ്റൽസ് ഒക്കെ ഫോം ചെയ്യാനൊക്കെ തുടങ്ങിയതിനൊക്കെ ശേഷമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇതിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ കാലഘട്ടത്തിലേക്ക് അനുസരിച്ച് അശോകന്റെ ആ കാലഘട്ടത്തിലാണ് ഫോം ചെയ്തതെന്നൊക്കെ മനസ്സിലായി. ഇതിപ്പോ ഓരോ പ്ലേസിൽ അല്ലെ ഹോസ്പിറ്റൽസ് ഉത്ഭവിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഹിസ്റ്ററികളാണ്. നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശോകയുടെ സുവർണ കാലഘട്ടത്തിന്റെ ടൈമിലാണ് ഇതെല്ലാം സ്ഥാപിതമായിരിക്കുന്നത്. ഇന്ത്യ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ടു ലുക്ക് ലൈക്ക് മോഡേൺ ഹോസ്പിറ്റൽ. ആ ടൈമിലൊക്കെ എന്താണ് മോഡേൺ ഹോസ്പിറ്റൽസ് ആയി. ദേ ഫോളോഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ ആൻഡ് സെക്ഷൻ വേറെ ഓപ്പറേറ്റഡ്. ആ ടൈമിലൊക്കെ എന്താണ് മോഡേൺ ആയി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ, അവർ പ്രിൻസിപ്പിൾസ് പുതിയ തത്വങ്ങളൊക്കെ നമ്മൾ ഉത്ഭവിച്ചു തുടങ്ങി. അതായത് ശുചിത്വത്തിനും അതേമാതിരി തന്നെ സിസേറിയനൊക്കെ ആയിട്ടുള്ള സെക്ഷൻസിൽ ഓപ്പറേഷൻ ടൈം സെക്ഷൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. ഫിസിഷ്യൻസ് വെയർ അപ്പോയിന്റഡ്. ആ ടൈമിലൊക്കെ ഡോക്ടേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്തു. അതേമാതിരി തന്നെ എത്തരത്തിലുള്ള ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തു എന്ന് പറയുന്നത് one for every 10 village to serve the health care need of the population, and the region hospital for the infirm and the destitute were built by a Buddha. ബുദ്ധയുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകത അനുസരിച്ച് എത്തരത്തിലുള്ള വ്യക്തികൾക്കാണോ ഒരു ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഫിസിഷ്യൻസ് വെയർ അപ്പോയിന്റഡ് 1 for ഒരാള് എന്തിനു വേണ്ടിയിട്ട്, അപ്പോൾ എവരി 10 വില്ലേജ് 10 വില്ലേജുകൾക്ക് സെർവ് ചെയ്യാനായിട്ട്. എന്തിനു വേണ്ടിയിട്ടുള്ള സെർവ് ചെയ്യാനായി, ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ആയിട്ടുള്ള നീഡ്സിന് 10 വില്ലേജിലെ പോപ്പുലേഷൻസിന് പീപ്പിൾസിന്റെ ഹെൽത്തിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടേഴ്സ് എന്നുള്ള ഒരു ഫിസിഷ്യൻ എന്നുള്ള ലേബലിലേക്ക് മോഡേൺ നമ്മുടെ ഈ സിറ്റുവേഷൻസ് ഒക്കെ വന്നു എന്നുള്ളതാണ്. And the regional hospital for the infirm and the destitute were built by Buddha. ബുദ്ധയുടെ കാലഘട്ടത്തിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗതികളൊക്കെ ഉണ്ടല്ലോ, ഡിസ്ട്രിബ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് ദുർബലരും അഗതികളുമായ വ്യക്തികൾക്കൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസ് ഒക്കെ ഫോം ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫോം ആൻഡ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് വെയർ ബിൽറ്റ് ബൈ ബുദ്ധ. ബുദ്ധ അഗതികളായിട്ടുള്ള അല്ലെങ്കിൽ ആരാരുമില്ലാതെ ദുർബലരായിട്ടുള്ള പാവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് ഒക്കെ തുടങ്ങി. അപ്പൊ നമ്മൾ അശോകന്റെ കാര്യവും ബുദ്ധയുടെ കാര്യമൊക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് പഠിക്കണം. ഓക്കെ, എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ടൈം എന്തായാലും കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഈ ഹിസ്റ്ററിയുടെ 5 ഭാഗം ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നോ? ക്ലിയർ ആയോ? ആരും ഒന്നും പറയുന്നില്ല. പറയുന്നുണ്ട്.
റെവല്യൂഷൻ ആണോ വിപ്ലവമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വിപ്ലവം എന്നല്ല, ഇത് നമ്മുടെ ഹിസ്റ്ററിയാണ്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററിയാണ്. അപ്പം ക്ലിയർ ആയി തന്നെ പറയുന്നത്. എനിവേ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്ന, എന്തെങ്കിലും ഓൾമോസ്റ്റ് ക്ലിയർ ആയെന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ ഇന്നത്തെ ടൈം എന്തായാലും അവസാനിക്കുകയാണ്. ഇങ്ങനെ തന്നെ ക്ലാസ് കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലേ? ക്ലാസ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ, എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? എല്ലാവരും തംസപ്പിലാണെന്ന് തോന്നുന്നു, ആരും റിപ്ലൈ പറയുന്നില്ല. ഇങ്ങനെ തന്നെ കുഴപ്പമില്ല മാം. മതി എന്ന് പറയുന്നത്. അപ്പോ നമ്മള് പരമാവധി നോക്ക്, നിങ്ങളെ PDF എടുക്കാൻ പറ്റുവാണെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, എല്ലാവരും പറയുന്നുണ്ട്, ക്ലിയർ ആവുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടൈമിൽ അപ്പൊ കാണാം. ഓക്കെ, ബൈ. Thank you, ma'am. 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 Thank you, ma'am.